എന്തൊരു അന്യായി കാണിക്കുന്നത്. എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരി എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ, നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ. 1 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛാ ഒന്നിങ്ങോട്ട് നിന്നേ, വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്, ആരെങ്കിലും കാണും. എത്ര കാലമാണ് ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം. ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോൻ ചേർക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അമ്മാവൻ അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്തി ലീല ചേച്ചി കൊണ്ടു കൊടുത്തത്. ഞാനല്ലേ? എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യ സമയമില്ല, നെട്ടോട്ട് ഓടുമ്പോഴാവും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട, എന്തിനിട്ട് കരയിക്കുന്നേ? എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ, നീ ഞാൻ വേട്ട. അമ്മ പൊടിയെടുത്ത് കുഴക്ക്. കൊണ്ടവിടെ കൊച്ചിനെടുത്തു. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോനെ കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വേണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊല്ലുന്നിന്നെ ഞാനിന്ന്. തന്നെ നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. അവിടെ ഒരു കൊച്ച് ഞാൻ വളർത്തിയാടി 3 എണ്ണത്തിന്. അവളൊരു തൻകാര്യക്കാരി. എല്ലാവരും തൻകാര്യക്കാരി തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി? എങ്ങനെയാ ഗോതമ്പൊടി മണ്ണി പോയതെന്ന്? എങ്ങനെയാ പോയതെന്ന് ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാധവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ. ഇതിപ്പോ പ്രേമം വരെ എത്തിയിട്ടുള്ളതാ തോന്നുന്നത്. അവളുടെ കല്യാണം ഇനി നീട്ടിക്കൊണ്ടുപോയാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും. ഒരു നല്ല ബന്ധമല്ലേ, അതങ്ങ് നടത്തി കൊടുത്തേക്കണം. അതിനാ തന്ത സമ്മതിക്കണ്ടേ? സ്ത്രീധനമായിട്ടൊരു മില്ല് വേണമെന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോകും? പെണ്ണ് മിടിക്കുകയാണെങ്കിൽ ചെറുക്കനിങ്ങ് പോരും. ദോ ഒരു നടത്ത മാറണം. ഒരാഴ്ചക്ക് 1000 രൂപ കിട്ടിയില്ലെങ്കിൽ കട ഞാൻ കിട്ടുന്ന വിലക്ക് വെക്കും. വിൽക്കാനാണ് നിന്റെ തന്തയുടെ വകയല്ല. എനിക്ക് സ്ത്രീധനം കിട്ടിയത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ എന്താ കാണിക്കുന്നു? ഒന്ന് പറയട്ടെ. നാക്കടുത്ത അടികൊള്ളി തന്നെ പറയൂ. പ്രഭാര, നമ്മളൽപ്പം ഒതുങ്ങി പോകുന്നതാ നല്ലത്. പെണ്ണ് നമ്മുടേതാ. കൊച്ചൊരെണ്ണായി. കൊച്ചൊന്നല്ല, 2 ആകാൻ പോകുന്നു. എങ്കിൽ പിന്നെ ഒതുങ്ങിയാ പോരാ, ശരിക്ക് കുനിഞ്ഞു കൊടുക്കണം. എങ്ങനെയെങ്കിലും ചെന്ന് നീ കുറച്ച് കാശ് ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് കള്ളനാവണം. നീ ചെല്ല്, രാമോഹനെ ഞാൻ പറഞ്ഞു തണുപ്പിച്ചോളാം. എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? രാമോര വാ. പിന്നല്ലാതെ എല്ലാത്തിനും വഴി ഉണ്ടാക്കാന്നേ. താൻ നീ വാ. ആരാത്? ഞാൻ സതിയാ. സതിയെ ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗിനെടുത്ത്. ഇതിലൊന്നും ഇല്ല സാറേ. ഇങ്ങോട്ടെറി. ഇത്രയും രൂപയോ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സത്യമാ സാറേ ഞാൻ പറയുന്നത്. എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കുക. കൈക്കൂലി മുമ്പേരായി കൊടുത്തില്ലെങ്കിൽ ആ കാലമാടൻ ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടമായിട്ട് കരുതിയാ മതി. 2 ദിവസം തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാളോട്.
വല്ലതും കഴിച്ചിട്ട് പോ മോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല. വാസു, നീ എന്നെ പേടിപ്പിച്ചു പറഞ്ഞല്ലടാ. നീ കയ്യും വീശി നടക്കുന്നു, ഞാനിവിടെ രാവുകൾ തീ നിന്ന് നടക്കുന്നു. നീ കാണണം, ഞാൻ കാണണം. അതെ, നീ കാണണം. തെക്കേപ്പാട്ട് ജൂലേഴ്സിൽ നീയല്ല മോഷണം നടത്തിയത്. പോലീസ് തന്നെ എന്റെ പേരിലെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് 2 കേസാ, മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ അടിയനും. എന്നെ ഇവിടെ എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? രണ്ടിലും നിശ്ചയിച്ചിട്ട് പോയാ മതി. മോട്ടിച്ചത് നീ തന്നെയാ, ഞാനത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ? കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും. നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും. എനിക്കിനി ജയിലിൽ പോകാൻ വയ്യ. നിന്റെ കുറ്റം നീ ഏറ്റ പറ്റൂ. നീ പോടാ. എന്താടാ? അയ്യോ വാസു, ഓടിപ്പോയോ? കാലിനെന്ത് പറ്റി? കാലിനിടെ പോയി. വലിച്ചിട്ട് വരുന്നില്ലേ? ഇല്ല. നല്ലപോലെ വലിച്ചു നോക്ക്. വരുന്നില്ല. സത്യം? സത്യം. നീ അന്ന് പറഞ്ഞ 14 തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടിച്ചത്. ഓടിവായേ, പരിപാടി വാസുവിനെ പിടിച്ചേ, പിന്നെ പിടിച്ചേ, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചേ. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാ. അമ്മാവാ, ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും, സൂക്ഷിക്കണം. ഇളകട്ടെ ഇളകട്ടെ. ഒരാഴ്ചയായിട്ട് മലശോധന തീരെ കുറവാ. പക്ഷെ എന്റെ ചുമ മാറി. എങ്ങനെ? കൽക്കണ്ടവും ചുവന്നുള്ളി 3 ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു. ഓഹോ, അതും തീർത്തോ? ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല ചരട് പിടിക്കേണ്ടത്. എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, ഇതിനകത്തിരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പോയി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക്. എന്റെ ആനുകൂല്യം തന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്തപ്പേരൊക്കെ എനിക്ക് പറ്റില്ല. എന്റെ പോലെ തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരുത്തിന് നീ ദൈവത്തിനോട് നന്ദി പറയടാ. നീ അല്ലാതെ ഈ പെരുവയറിനെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ. എന്തായാലും നിന്നേക്കാൾ ഭേദവാ. എന്നാ അനുഭവിച്ചോ. ആ മോനെ, പട്ടം കാണിച്ചു തരാം. പട്ടം എങ്ങനെ പറപ്പിക്കാന്ന് കാണിച്ചു തരാം. കണ്ണ, വളരെ സൂക്ഷിച്ച് പറപ്പിച്ചാൽ ഇത്രയും നല്ലൊരു ഏർപ്പാട് വരില്ല. ഞാൻ ഈ ചെടിയുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒന്ന് ഓടി വായോ. അയ്യോ അമ്മാവൻ എന്തു പറ്റി? ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കമ്പലി നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്കെ എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. പോലീസമ്മ, എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മാനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനെ ഒടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്. ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. പോട്ട് 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 പോട്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, കരയാതടാ. പേടിക്കാനൊന്നും ഇല്ല മോനെ. വീണുന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ജന്മമല്ലടി ഇത്. എനിക്കതറിയാം. എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ട് തെക്കോട്ട് എടുക്കും. അയ്യോ, നളിനവിടെ? എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മോനെ, ഇറച്ചി മീനും തിന്നാമോന്ന് ഒന്ന് ചോദിക്ക്. ആർക്കാ? എനിക്ക്. അയ്യോ, ഈ ഒരു വിചാരം. കൊണ്ടോണേ, എനിക്കിതാ, ഞാൻ നിന്നിട്ടെ. ഇതാണ് എന്റെ അമ്മ. ഇപ്പൊ സാറിന് വിശ്വാസമായില്ലേ? ഇനിയെങ്കിലും ആ കാശും കൊണ്ട് തരണേ. തരാം തരാം. എടി, നീ അത് കണ്ടോ? നിന്റെ ആങ്ങളോട് കാശ് ചോദിച്ച ആരാന്നറിയാവോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യ. അവള് വേശ്യാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? നിന്റെ ആങ്ങളെ അവളുടെ ആള് പറ്റുവരവാ.
അമ്മേ ചോദിക്കേ അമ്മേ വന്നേ. എന്റെ അമ്മ പോയി ആ കുറ്റി പോലെ എടുത്ത് വെച്ചേ. അയ്യോ ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട്, വിളിക്ക. എന്ത് വേണം? പേഴ്സണലായിട്ടൊരു കാര്യം. അതിന് വെളിയിൽ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഞാനൊരാളിനോട് 250 രൂപ കടം വാങ്ങി. ഇന്നത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ. സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ല അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം. മറ്റൊരു വഴിയും കാണാത്തോണ്ടാ. സത്യം പറയണം. ആർക്ക് കൊടുക്കാനാ ഈ പണം? മടിക്കണ്ട, പറഞ്ഞോളൂ. നുണ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും. 1-2 പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ. പേര് സതി. നാണല്ലേ മനുഷ്യ? ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം. ഇറങ്ങി പോണം മിസ്റ്റർ. ഐ എം സോറി. നിൽക്കൂ, ആ ചായ കുടിക്കണം. ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം. തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം. നീ എന്തിനാ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത്? അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട്. നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എന്താ? രാജകുമാരിക്ക് അടിമയോട് ചെറിയൊരു പ്രേമം. അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റുമാണ്. ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത്? സ്റ്റെല്ല, നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാതത്തിലാണ്. എന്തിനാ എന്റെ അടുത്ത് വിളിക്കുന്നത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? എന്തോ മനസ്സിനകത്ത് എവിടെയോ ഒരു ചലനമുണ്ട്. എങ്കിൽ അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അയാൾ വെറും ഒരു കോൺസ്റ്റബിൾ. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആകെ ചെറുതാവും. സ്റ്റാറ്റസ്? താലൂക്ക് ഓഫീസിലെ ക്ലർക്കിന് സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞ് IAS ഓഫീസറെ കൊണ്ട് കെട്ടിച്ച് എന്റെ ഗതി നീ കണ്ടില്ലേ? നിനക്കറിയോ, ഇന്ന് ആ ക്ലർക്ക് RDO ആണ്. ആശേ, മനസ്സ് വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഓടി വരണേ. അയ്യോ എന്റെ തലകുട്ടി. അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ? എടാ മോനെ, നീ പോയി കുറെ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പൊക്കി കേട്ടാ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ എന്റെ കാല്, സിസ്റ്റർമാരെ ഓടിവായോ, എന്റെ കാലിനൊന്നും പറ്റിയില്ല. മിണ്ടാതെ കട. ഈ പണം നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? കടമല്ലേ. തിരിച്ചു തന്നപ്പോ ആ കടം വീടുകയും ചെയ്തു. സാരമില്ല. ഞാൻ പ്രഭാകരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി. എങ്ങനെയുണ്ട്? വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അച്ഛാ, പുതിയ SI. ഭാഗ്യവാൻ. ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലേ? പട്ടം എനിക്ക് ചില സമയത്ത് പട്ടമല്ല, പട്ടയാണ് വീക്ക്നെസ്. ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, കൂട്ടിന് പ്രഭാകരനുണ്ടല്ലോ. നമുക്ക് അല്പം നടക്കാം.
പ്രഭാകരന്റെ സതിയെ വളരെ കാലമായിട്ട് അറിയാമോ? ഏയ്, അങ്ങനെ പലയിടത്തും കണ്ടുപരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു സൽസ്വഭാവിയാണ്. എന്താ വിവാഹം കഴിക്കാത്തത്? ആരാ, സതിയോ? അവളെയല്ല, പ്രഭാകരൻ എന്താ വിവാഹം കഴിക്കാത്തത്? അത് ഈ ജന്മം നടക്കുന്ന മട്ടില്ല. അതെന്താ അങ്ങനെ? ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ, നാക്കിനെല്ലാത്ത അമ്മ, എന്തു കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന്, വിവാഹപ്രായമായ അനിയത്തി. ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? ഗണപതി ഭഗവാന് നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല.